പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്ന ഒരുപാട് ആയത്തുകൾ സത്യവിശ്വാസിയെ വിളിച്ചുകൊണ്ട് പറയുന്നു. ഒരുപാട് ആയത്തുകൾ നിന്റെ മാത്രമല്ല നിന്റെ കുടുംബത്തെയും നീ സൂക്ഷിക്കണമെന്ന് പറയുന്ന ആയത്ത് ഏതാണത്? യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. ഓ സത്യവിശ്വാസികളെ, സ്വന്തം ശരീരത്തെ നിങ്ങൾ സൂക്ഷിക്കണേ. വഅഹ്ലീകും, സ്വന്തത്തെ മാത്രം കാത്തു സൂക്ഷിച്ചാൽ പോരാ, നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ സൂക്ഷിക്കണേ. നാറാ, കത്തിയാളുന്ന നരകാഗ്നിയെ തൊട്ട് നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് അല്ലാഹു പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിലേക്ക് പറഞ്ഞു തരുന്നത് എന്താണെന്നറിയോ? സ്വന്തത്തെ മാത്രം സംരക്ഷിച്ചാൽ പോരാ, കുടുംബത്തിന്റെ ബാധ്യതയും നിന്റെ മേലാണ്. സത്യവിശ്വാസിയെ വിളിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇത് പറഞ്ഞപ്പോൾ ഒരു ശൈഖുൻ ഫാനിൻ, ഒരു മനുഷ്യൻ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇതുവരെ ഞങ്ങളെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി എന്നാണ് പറഞ്ഞിരുന്നത്. ഈ ആയത്ത് പറഞ്ഞു തരുന്നത് എന്താ? നിന്നെ മാത്രം സൂക്ഷിച്ചാൽ പോരാ, നിന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വവും നിനക്കാണ്. നിന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വവും നിനക്കാണ്. അത് ശരി തന്നെയാണോ ഹബീബ്? അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, അതേ, ശരിയാണ്. പിന്നെയും ആ മനുഷ്യൻ ചോദിച്ചു, അല്ലാഹുവിന്റെ ഹബീബേ, ആ ആയത്തിന്റെ തൊട്ടുടനെ പറയുന്നത് എന്താ? വഖൂദുഹന്നാസ് വൽ ഹിജാറ, വഖൂദുഹന്നാസ് വൽ ഹിജാറ. എന്തിനാണ് നരകാഗ്നിയെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞതെന്നറിയോ? നരകത്തിന്റെ വിറകുകൊള്ളികൾ അന്നാസ്, ജനങ്ങളാണ്. വൽ ഹിജാറ, കല്ലുകളുമാണ്. ജനങ്ങളും കല്ലുകളും ഒരു നരകത്തിന്റെ വിറകുകൊള്ളികളാണെങ്കിൽ ഞങ്ങളതിൽ ഉൾപ്പെടുമോ? അതിൽ സൂക്ഷിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ടോ എന്നൊരു സംശയം ചോദിച്ചപ്പോൾ തങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ ആ മനുഷ്യൻ എങ്ങനെ വീണു? തങ്ങൾ വേഗം ഓടിച്ചെന്നുകൊണ്ട് ആ മനുഷ്യന്റെ മുഖത്ത് കൈവച്ചു നോക്കുമ്പോൾ ശ്വാസം നിലച്ചിട്ടില്ല. ഉറക്കെ പറഞ്ഞു കൊടുത്തു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പറയൂ മനുഷ്യ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൂ. ആ മനുഷ്യൻ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഫമാത്. അത് പറഞ്ഞതും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒറ്റ ആയത്തിന്റെ അർത്ഥം അങ്ങ് മനസ്സിലാക്കിയപ്പോഴേക്ക് സ്വന്തം ഉത്തരവാദിത്തത്തിന്റെ ഏറ്റവും വലിയ ബാഹുല്യതയിലേക്ക് ആ മനുഷ്യൻ അങ്ങ് ചിന്തിച്ചപ്പോഴേക്ക് ആ മനുഷ്യൻ ബോധരഹിതനായി വീണുപോകുകയാണ്. നമുക്കും അവിടെയാണ് ചിന്ത വേണ്ടത്. നമ്മെക്കുറിച്ചാണ്, നമ്മെ ഓർമ്മപ്പെടുത്തുവാനാണ് ഹബീബ് ഇത് പറഞ്ഞത്. ആയത്ത് നമ്മെ തെര്യപ്പെടുത്തുവാൻ വേണ്ടി പറഞ്ഞതാണ്. നിന്നെ മാത്രമല്ല, സ്വന്തം കുടുംബത്തിന്റെ ഉത്തരവാദിത്വവും നിനക്കുണ്ടെന്ന് പറഞ്ഞു തരുന്നു പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല. നമുക്ക് ചിന്ത വേണം മുസ്ലിമേ. അല്ലാഹു നമുക്ക് ബോധം നൽകുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു തരികയാണ്, സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു തരുന്ന ആയത്തുകളാണ്. സൂറത്തുർ റൂമിൽ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പറയുന്ന ആയത്തുകൾ. വമിൻ ആയാതിഹി അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ഒരുപാട് പറഞ്ഞു തരികയാണ്, ഒരുപാട് പറഞ്ഞു തരികയാണ്. അതിന്റെ ശേഷം മറ്റൊരായത്ത്, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ. അല്ലാഹുവിനെ മനസ്സിലാക്കാനുള്ള അല്ലാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് അൻ ഖലഖ ലക്കും, നിങ്ങൾക്ക് വേണ്ടി റബ്ബ് സൃഷ്ടിച്ചു തരികയാണ്, നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു സംവിധാനിച്ച് തന്നിരിക്കുകയാണ്. മിൻ അൻഫുസികും, നിങ്ങളുടെ സ്വന്തം ശരീരത്തിൽ നിന്ന്, അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ, സ്വന്തം ശരീരത്തിൽ നിന്ന് നമുക്ക് വേണ്ടി നമ്മിൽ നിന്ന് അല്ലാഹു സംവിധാനിച്ചു വച്ചിരിക്കുന്നു അസ്വാജ, ഇണകളെ. കുടുംബത്തിലേക്ക് അല്ലാഹു വളരെ വ്യക്തമായി
പറഞ്ഞു തരുന്നു. സൗജ് എന്ന അറബി വാക്കിന്റെ പ്ലൂരലാണ് അസ്വാജ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് സൗജ്. ചിലപ്പോൾ നമുക്ക് ഭാര്യ എന്ന അർത്ഥം പറയും, അല്ലെങ്കിൽ ഭർത്താവ് എന്ന അർത്ഥം പറയും. ഒന്ന് ഭരിക്കപ്പെടുന്നവളും മറ്റൊന്ന് ഭരിക്കുന്നവളുമാണെങ്കിൽ ഇസ്ലാം പരിശുദ്ധ ഖുർആനിൽ അതിൽ പറഞ്ഞ അർത്ഥം അതൊന്നുമല്ല, അസ്വാജ. അസ്വാജ് എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായി നമുക്കതിന് അർത്ഥം പറയാം. അത് പ്രാണനുമായി ബന്ധപ്പെട്ടതാണ്, പ്രാണനുമായി ബന്ധപ്പെട്ടതാണ്. ഇംഗ്ലീഷിൽ വേണമെങ്കിൽ നമുക്ക് സോൾമേറ്റ് എന്ന് പറയാം. പ്രാണനാഥനും പ്രാണസഖിയും, പ്രാണനാഥനും പ്രാണസഖിയും, അതാണ് അസ്വാജ്. ഇണതുണയിലേക്കും തുണയിണയിലേക്കും പരസ്പരം സ്നേഹത്തിനും സമാശ്വാസത്തിനും വേണ്ടി ഓടിയെടുക്കുന്ന ഒരു രീതിയാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അല്ലാഹു പറയുന്നു, ലിതസ്കുനൂ ഇലൈഹാ. പരസ്പരം ആശ്വാസത്തിന് വേണ്ടി. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ വേഗം നമുക്ക് വീട്ടിലേക്ക് പോകാൻ തോന്നാറുണ്ടോ? ഏതെങ്കിലും ഒരു പ്രശ്നം സമൂഹത്തിന്റെ ഇടയിൽ നിന്ന് ലഭിക്കുമ്പോൾ അതിൽ നിന്ന് കരകയറാൻ വീട്ടിൽ പോയി ആശ്വസിക്കാൻ നമുക്ക് തോന്നാറുണ്ടോ? എങ്കിൽ നമ്മുടെ വീട് ആശ്വാസത്തിന്റെ വീടാണ്. അല്ല, പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെയും പ്രശ്നം വീട്ടിലേക്ക് കയറി ചെന്നാലോ അവിടെയും പ്രശ്നം. അവിടെ കലമുടഞ്ഞുകൊണ്ടിരിക്കുന്നു, അവിടെ ഗ്ലാസ് പൊട്ടിക്കൊണ്ടിരിക്കുന്നു, അവിടെ എറിഞ്ഞുറക്കപ്പെടുകയാണ് എന്നതാണെങ്കിൽ പിന്നെ ഇവിടെ ചെന്നിട്ട് എന്തു കാര്യം? പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നു, അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ. കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകാനുള്ളതല്ല, സ്നേഹങ്ങൾ പരസ്പരം വീതിക്കപ്പെടാനുള്ളതാണ്, പരസ്പരം കൊടുക്കാനുള്ളതാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സ്നേഹത്തിന്റെ നല്ല ഒരു ഭവനമാണ് നമുക്ക് വേണ്ടത്. വീട് എന്നാണല്ലോ, കുടുംബം വീട്ടിലാണല്ലോ ഉള്ളത്. സദസ്സിലേക്ക് എല്ലാ ആളുകളും ഉള്ളതിനനുസരിച്ച് സംഭാവന ചെയ്യണമെന്ന് അറിയിക്കുന്നു. പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. വീടകമാണ്. വീടിന് അറബിയിൽ ഒരു വാക്ക് പറയാറുണ്ട്. അറബിയിൽ എന്താ വീടിന് പറയുന്നത്? ബൈത്ത് എന്ന് പറയും, അല്ലെങ്കിൽ മസ്കൻ എന്ന് പറയും. മസ്കൻ. ഈ ആയത്തിലേക്കൊന്ന് നോക്കൂ. അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ. പരസ്പരം ആശ്വാസത്തിന് വേണ്ടി നമ്മൾ വീട്ടിലേക്ക് പോകാറുണ്ടോ? എങ്കിൽ നമ്മുടെ വീടിന് മസ്കൻ എന്ന് പറയാം. സ്നേഹം വീതിക്കപ്പെടുന്ന ഇടമാണോ നമ്മുടെ വീട്? എങ്കിൽ വീട്ടിന് മസ്കൻ എന്ന് പറയാം. അല്ലാത്ത വീടുകളെ കുറിച്ച് കോൺക്രീറ്റ് കാടുകളെന്ന് വിളിക്കേണ്ടി വരും. കല്ലുകളും സിമന്റ് കട്ടകളുമൊക്കെ ഒരുക്കി കൂട്ടി തയ്യാറാക്കി ഏതോ ഒരു ബിൽഡിംഗ്, അത്രയേ പറയാൻ പറ്റൂ. അല്ലാതെ വീട്ടിനെ കുറിച്ച് നമുക്ക് മസ്കൻ എന്ന് പറയാൻ പറ്റില്ല. മസ്കനാകണമെങ്കിൽ പരസ്പരം സ്നേഹിക്കപ്പെടുന്ന ഇടമായിരിക്കണം, പരസ്പരം കലഹിക്കാത്ത ഇടമായിരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.